മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്. ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച വാർത്താ സമ്മേളനങ്ങളിൽ ഒന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 8 വർഷത്തെ ഏറ്റവും ഫലപ്രദമായ 100 മിനിറ്റ് മാധ്യമ സമ്പർക്കം. വൻ വിവാദങ്ങളുടെ വ്യവസായ കൊഴുപ്പിൽ ഇടത് സർക്കാരിനെയും CPIM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തകർത്തെറിയാൻ കോപ്പുകൂട്ടിയവർക്കൊക്കെ തിരിച്ചടി. വീണ്ടും തലയുയർത്തി നിന്ന് തന്നെ മുഖ്യൻ. തടി തപ്പി മാധ്യമങ്ങൾ, തപ്പിത്തടഞ്ഞ പ്രതിപക്ഷം. അഭൂതപൂർവമായ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തെ അപമാനിച്ചാക്രമിച്ച മാധ്യമങ്ങളെയും കൂട്ടുനിന്ന് മുറവിളി നടത്തിയ കോൺഗ്രസ് BJP നേതാക്കളെയും കണക്കിന് കുടഞ്ഞ മുഖ്യമന്ത്രി 1 മണിക്കൂറിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാതെ അയഞ്ഞും വേണ്ടയിടങ്ങളിൽ ഒരൽപ്പം മുഷിഞ്ഞും 1.25 മണിക്കൂർ കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തെ വീണ്ടും ഇടത് പാളയത്തിൽ തന്നെ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇമവെട്ടാതെ ഒരു ഫ്രെയിം പോലും ആടിയിളകാതെ എല്ലാ മാധ്യമങ്ങളും അവരുടെ ക്യാമറകളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ 100 മിനിറ്റ്. ഒടുവിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ചർച്ച നടത്താൻ ആളെ കൂട്ടിയവർക്ക് പാതി വെച്ച് ഷിരൂരിൽ അർജുൻ്റെ ലോറിയിലെ തടി നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് തടി തപ്പേണ്ടി വന്നത് ആർക്കുള്ള മുഖമടച്ച മറുപടിയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. വ്യാജ പ്രചാരകരുടെ കൊട്ടേഷൻ പൊളിയുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഒട്ടേറെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടതാണ്, മുഖ്യമന്ത്രിമാരുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കണ്ടതാണ്. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? നേരത്തെ തുടക്കത്തിൽ ലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ അസാധാരണമായ പ്രസ് കോൺഫറൻസ് എന്നല്ല, ഒരു പെർഫോമൻസ് എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. തീർച്ചയായിട്ടും അത് പത്രക്കാരോട് വളരെ ലളിതമായി സംസാരിച്ചും അവരോട് നർമ്മത്തിൽ പുലർന്ന വാക്കുകൾ ഉപയോഗിച്ചും തമാശ പറഞ്ഞും, ശരിക്കും പറഞ്ഞാൽ ഇച്ചിരൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചാഞ്ചാടിയും ആടിക്കളിച്ചും, ചാഞ്ചാടി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല പറഞ്ഞത്, ഇങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് പത്രക്കാരോട് ഒരു സന്തോഷം പ്രകടിപ്പിച്ചും കൊണ്ട് നടത്തിയ ഒരു പത്രസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അസാധാരണമായ നിലയിലേക്ക് ഉയർന്ന ഒരു പത്രസമ്മേളനം. ഞാൻ ലാലിനറിയാം, എൻ്റെ വിഷയം മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ പഠിച്ച വിഷയം കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ മാർഷൽ മക്ലൂഹൻ 1964 അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്നൊരു പ്രയോഗം കൊണ്ടുവന്നത്, മീഡിയം ഈസ് ദ മെസ്സേജ് എന്നൊരു പ്രമേയം കൊണ്ടുവന്നത്. പിണറായി വിജയൻ ഇവിടെ പിണറായി വിജയൻ ഈസ് ദ മെസ്സേജ് എന്നൊരു സന്ദേശം ഉണ്ടാക്കി എടുക്കുകയായിരുന്നു കേരള ജനതയുടെ മുമ്പിൽ. ടു ബി പ്രിസൈസ്, കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ അദ്ദേഹം വേറൊരു വ്യക്തിത്വമായിട്ട് ഉയരുകയായിരുന്നു, വളരുകയായിരുന്നു. ആ നിലയ്ക്ക് മാത്രമേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്
ഒരു കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് കാണാൻ കഴിയൂ. കാരണം വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചു. പലതവണ പറഞ്ഞത് നിങ്ങൾ വെപ്രാളപ്പെടുകയൊന്നും വേണ്ട, ഞാനിവിടെ ഇരിപ്പുണ്ടെന്നേ, ഞാനിവിടെ ഇരിക്കുന്നു, ഞാനിവിടെ എങ്ങും ഓടിപ്പോകുന്നില്ല എന്ന് കൂടെ കൂടെ പറഞ്ഞും കൊണ്ട് അതിന് ചിരിച്ച് ഉല്ലസിച്ച് പറഞ്ഞും കൊണ്ട് അന്തരീക്ഷത്തെ വളരെ വളരെ ലഘുവാക്കി വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എല്ലാത്തിനും മറുപടി കൃത്യമായി അങ്ങേയറ്റം വ്യക്തമായി അവതരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഞാൻ തിരുവനന്തപുരത്തെ ഒരു പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ക്യാബിനറ്റ് മുറിയിൽ വെച്ച് പത്രപ്രവർത്തകരെ കാണുന്ന ഒരു പതിവുണ്ട്. ഞാൻ മാതൃഭൂമി കറസ്പോണ്ടൻ്റ് പിന്നെ ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോഴും ഞാൻ പോകുമായിരുന്നു അക്കാഡമിക് രാഷ്ട്രീയം കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി. ഇപ്പോൾ കെ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് കെ നയനാർ അവരുടെ എല്ലാം പത്രസമ്മേളനങ്ങൾ ഞാനിങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബുധനാഴ്ച ഒരാഴ്ചത്തെ രാഷ്ട്രീയം പറയാനുള്ള സമയമാണ്. മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്തെ അന്ന് ടെലിവിഷൻ ചാനലുകൾ വരുന്നത് 90കളിലാണ്. പത്രപ്രവർത്തകരുമായിട്ട് സംവദിക്കാനുള്ള, പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു വലിയ ഇടമാണ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഇത് ഈ കഴിഞ്ഞ ഇത്രയും കാലത്തെ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ കരുത്താണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കരുത്താണ് എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ തെറ്റോ കുറ്റമോ നമുക്കൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യാം. പി ശ്രീകുമാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ ആത്യന്തികമായിട്ട് ഒരു പത്ര സമ്മേളനം വിജയകരമായിട്ട് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. സമകാലിക രാഷ്ട്രീയത്തെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. യെസ്, ആ വാർത്താ സമ്മേളനത്തിൻ്റെ പുനഃസംപ്രേഷണം ഈ ന്യൂസ് ആൻഡ് വ്യൂസ് കഴിഞ്ഞാൽ കൈരളി ന്യൂസിൽ ഉണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, അപ്പോൾ ആ അർത്ഥത്തിൽ വ്യാജ പ്രചാരകരെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ആദ്യത്തെ 60 മിനിറ്റിൽ പറഞ്ഞത്. ആ വ്യാജ പ്രചാരകരുടെ കൊട്ടേഷനെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. അതിനെ നിയമ നടപടിയിലൂടെ മുന്നോട്ട് കാണേണ്ട ഒരു സാഹചര്യം നാടിനുണ്ടായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. ആ തരത്തിൽ വ്യാജ പ്രചാരകരുടെ കൊട്ടേഷൻ പൊളിയുന്ന കാഴ്ച കാണുകയാണോ ഇന്ന്? നോക്കൂ ഡോക്ടർ ലാൽ, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പത്രലേഖകരോട് ഏതാണ്ട് 2 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷേ അതിൻ്റെ ആകെത്തുക എന്താണെന്ന് ചോദിച്ചാൽ LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം മാത്രമാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏത് കാര്യത്തിലാണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞത് എന്നുള്ളത് അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു വലിയ പുലിവാല് പിടിച്ചു. എന്താണ് പുലിവാല്? അൻവർ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള MLA അല്ല. മാത്രമല്ല അൻവർ എഴുതി കൊടുക്കുന്നതിന് ഉത്തരം പറയാനുള്ള ആളല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി. മാതൃകാപരമായ പ്രവർത്തനം ശ്രീ P ശശി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അൻവറിനോട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇനിയും വാർത്താ സമ്മേളനം നടത്തിയാൽ എനിക്കും വാർത്താ സമ്മേളനം നടത്തേണ്ടി വരും. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അൻവർ കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ട് വാർത്താ സമ്മേളനം വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയല്ലേ? അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാനത് പറഞ്ഞു വരുമ്പോഴേക്കും വരാമെന്ന് പറയല്ലേ. ഞാനതിൻ്റെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളൂ. അൻവർ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയെ ധിക്കരിച്ചു. അതാണ് അതിൻ്റെ ഗുണം. ഇനി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം വളരെ സൗമ്യനായിട്ടാണ് ഇന്ന് പെരുമാറിയത്. പക്ഷേ സൗമ്യനായി പെരുമാറുകയെന്ന് വെച്ചാൽ അതൊരു ഉൾവലിയൽ കൂടിയാണ്. എന്താണ് ഉൾവലിയൽ? ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പ്രതിപക്ഷത്തിന് കൊടുക്കണ്ട, പത്രപ്രവർത്തകർക്ക് കൊടുക്കണ്ട, CPIക്ക് കൊടുക്കണമായിരുന്നു.
RJD കൊടുക്കണമായിരുന്നു, PV അൻവറിന് കൊടുക്കണമായിരുന്നു. ഇത് മൂന്നും അവിടെ കണ്ടില്ല ശ്രീലാൽ. അൻവറിൻ്റെ കാര്യം നിൽക്കട്ടെ, അദ്ദേഹത്തെ അവിടെ തൽക്കാലം തള്ളിപ്പറഞ്ഞു. എന്താ മാധ്യമങ്ങൾ ചാനലുകളൊക്കെ പറഞ്ഞു അൻവറിനെ തള്ളിപ്പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അൻവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം നേടാൻ പോവുകയാണ്. അതോടെ നിൽക്കട്ടെ, അദ്ദേഹം പിന്നെ സംസാരിക്കാം. പക്ഷേ ഈ CPIക്കാരും അതുപോലെ RJDക്കാരൊക്കെ പറഞ്ഞെന്താണ്, ADGP ആ സ്ഥാനത്ത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ പഴയ കാര്യമാണ് എന്ത്, അന്വേഷണം തീരട്ടെ. അന്വേഷണം തീരട്ടെ എന്ന് പറയാൻ പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യം ഇന്നുണ്ടായിരുന്നില്ലല്ലോ. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തീരുമാനങ്ങളാണ് വേണ്ടത്. ഒരു തീരുമാനം ഉണ്ടായില്ല. ഏത് തീരുമാനം തീരുമാനം ഉണ്ടായുള്ളൂ. അത് അൻവർ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ല എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ വ്യക്തമായി വന്നത് വയനാട് ദുരന്തത്തിൻ്റെ വ്യാജ വാർത്തകൾ പ്രചാരണം നടത്തി മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, അക്രമാസക്തമായ ഒരു ക്രിമിനൽ നടപടിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോയി എന്ന് അദ്ദേഹം വിശദീകരിച്ചല്ലോ. അതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ. നമ്മൾ സ്വയം വിമർശനപരമായി തന്നെ എല്ലാ മാധ്യമങ്ങളും, പല മാധ്യമങ്ങളും അത് എടുത്തിട്ടുമുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിമർശിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വിശദീകരിച്ചതാണ് അദ്ദേഹത്തിന് ഇന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ വെക്കാനുണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കേണ്ട കാര്യങ്ങൾ കൂടി, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയിക്കേണ്ട കാര്യങ്ങൾ കൂടി ചോദ്യങ്ങളായി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ എവിടെയാണ് ക്ലാരിറ്റി കുറവ് എൻ ശ്രീകുമാർ? ആദ്യത്തെ ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹം വയനാട് സംഭവത്തിൽ കേരള ഗവൺമെൻറ് കൊടുത്ത കണക്കുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പിലൂടെ എല്ലാം വ്യക്തമാക്കിയതാണ്. അതിൽ പുതുമയില്ല. പിന്നെ അദ്ദേഹം വാർത്താമാധ്യമങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. കേസ് കൊടുക്കുമെന്ന്. അദ്ദേഹം കേസ് കൊടുക്കട്ടെ. തെറ്റായ വാർത്തയാണ് പത്രങ്ങളും ചാനലുകളും പറയുന്നതെങ്കിൽ കേസ് കൊടുക്കട്ടെ. പക്ഷേ തെറ്റായ വാർത്തയും വാർത്തകളൊക്കെയാണ് ചാനലുകൾ കൊടുക്കുന്നതെങ്കിൽ അതിലെല്ലാ ചാനലുകളും പെടണമെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അതായത് CPMനും പ്രസിദ്ധീകരണങ്ങളുണ്ട്. സത്യസന്ധമായ വാർത്തയെ കൊടുക്കാൻ പാടുള്ളൂ എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ വാർത്താ സംവിധാനങ്ങളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ രീതിയല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, കേരളത്തിന്റെ രീതിയല്ല. അത് ഇടതുപക്ഷവും കോൺഗ്രസും ആരോപിക്കുന്നത് ആക്രമണം നടത്തിയ രീതിയിൽ നാട്ടുകാർക്കെതിരായി ഒരു വ്യാജ വാർത്താ പ്രചാരണം ഇവിടെ നടന്നു എന്ന്, അതിൽ മറ്റ് മാധ്യമങ്ങളൊക്കെ രാഷ്ട്രീയമായി ചിലപ്പോൾ പലതരത്തിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ടാകാം, അങ്ങ് ഉദ്ദേശിച്ച മാധ്യമങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയുള്ള മാധ്യമങ്ങളുടെ രാഷ്ട്രീയ വാർത്തകൾക്കപ്പുറം ഒരു പക്ഷേ നാടിന് അംഗീകരിക്കാൻ പറ്റാത്ത, നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്, വയനാട്ടിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഇവിടെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത്, അതല്ലേ സാഹചര്യം എൻ ശ്രീകുമാർ? അതായത് വയനാടത്തെ കണക്കുകളെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ടല്ലോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മാധ്യമങ്ങൾ അത് ശരിയാണോ തെറ്റാണോ കൊടുത്തതെന്നൊക്കെ അതിൻ്റെ കണക്കുകളും രേഖകളൊക്കെ തെളിയിക്കുന്നുണ്ട്. അവർ നിൽക്കട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലാതെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ പത്രങ്ങൾ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി കരുതേണ്ട എന്താ? ഇല്ലല്ലോ. മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന പോലെ വാർത്താ ചാനലുകൾ മുഖ്യമന്ത്രിയെ പിന്താങ്ങി വാർത്ത കൊടുക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ കേരളത്തിൽ? ശരി. കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ മാധ്യമ നയത്തെ എതിർക്കുന്നവരാണ് CPM, കേരളത്തിലെ CPM. ആ മാധ്യമ നയം എന്ന് പറയുന്നത് സ്വതന്ത്ര പത്രപ്രവർത്തനത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. അതിവിടെ അതിവിടെ കൊണ്ടുവരാനാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? നടക്കുന്ന കാര്യമല്ല. ജേക്കബ് ജോർജൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ പത്രലേഖകർക്കെതിരെ കേസെടുത്ത ഗവൺമെന്റാണ്. എറണാകുളത്തെ വാർത്തയാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അതാണ് എനിക്ക് ആദ്യം ആമുഖമായി ജേക്കബ് ജോർജ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വിലയിരുത്തിയതിൽ നിന്ന് മനസ്സിലായത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. VK സനോജ്, എൻ ശ്രീകുമാറിനെ പോലുള്ളവർ കാണുന്ന ഈ കാഴ്ചകൾ വെച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം എങ്ങനെയാണ് CPM, DYFI, ഇടതുപക്ഷമൊക്കെ കാണുന്നത്, ഈ ജനങ്ങളോട് പറയുന്നത്? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഭാവിയിലും അത് പഠനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എന്നെ അല്പസമയം മുന്നേ ഒരു പ്രധാനപ്പെട്ട ചാനലിലെ
നമ്മുടെ ഒരു സഹപാഠിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ വിളിക്കുകയുണ്ടായി. ആ സഹപാഠി എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയമായ ഒരുപാട് വിയോജിപ്പുകളുള്ള വാർത്തകൾ ചെയ്യുന്ന ആ മാധ്യമപ്രവർത്തകൻ തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ അത്ഭുതത്തോടു കൂടിയും അങ്ങേയറ്റം പഠനാർഹമായ ഒന്നാണെന്നും വിലയിരുത്തുന്ന നിലയിലാണ് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ പത്രസമ്മേളനം അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അടയാളപ്പെടുത്തിയ ഒരു പത്രസമ്മേളനമായി മാറി. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ വിരോധമാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾക്കുമുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ സ്നേഹമൊക്കെ കാണിച്ച് ആ വാർത്താമാധ്യമങ്ങളുടെ എല്ലാം തണലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന വ്യാമോഹവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ എന്നാലും ഇടത് വിരോധം മൂത്ത് അത് മൊത്തത്തിലൊരു കേരള വിരോധമായി മാറുന്നു എന്നാണ് നാം സമീപ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങൾ നിരീക്ഷിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവത്തിലല്ല ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് തോന്നുന്നു, അല്ലെങ്കിൽ വലത് നിരീക്ഷകൻ, എന്ത് നിരീക്ഷകനെന്ന് എനിക്കറിയില്ല. ഏതായാലും കോൺഗ്രസിന്റെ ഒരു വക്താവിനെ പോലെയാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത്. തോന്നിയതാവാം. സഹയാത്രി, അതെ, സഹയാത്രിയാണ്. അപ്പോൾ ശ്രീകുമാർ സാറ് ചില കാര്യങ്ങളോട് പറയുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താ പറഞ്ഞത്, പത്രത്തിൽ വാർത്താമാധ്യമങ്ങൾ പറയുന്നത് തെറ്റെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇത്ര വലിയ നിരീക്ഷകനായിട്ടും ഈ കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച അങ്ങേയറ്റത്തെ എന്ത് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിശേഷിപ്പിച്ച് ചിലപ്പോൾ അത് പൊളിറ്റിക്കലി ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പദം പ്രയോഗിക്കുന്നില്ല. പ്രയോഗിക്കേണ്ട പദം ശരിക്ക് വേറെയാണ്. അങ്ങേയറ്റത്തെ തെറ്റായ ഒരു കാര്യമല്ലേ മാധ്യമങ്ങൾ കാണിച്ചത്. ഇവിടെ വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു കൊട്ടേഷൻ നടപ്പാക്കാൻ നോക്കി. എന്തായിരുന്നു ആ സംഭവം? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രമാണ് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അവർ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ചില തെറ്റുകൾ കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, കേരളത്തിൻ്റെ തെറ്റായ വികസന സങ്കല്പങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ദുരന്തമുണ്ടായതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറേ ശാസ്ത്രജ്ഞന്മാരെ സമീപിക്കുകയാണ്, പ്രധാനപ്പെട്ട പത്രങ്ങളിലെ കോളമിസ്റ്റുകളെ സമീപിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില കണ്ടൻറ്റുകൾ അവർ തയ്യാറാക്കി കൊടുക്കുന്നു. ആര്? RSSും BJPയും. ഇതിനനുസരിച്ച് കുറച്ച് വാർത്തകൾ വന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഈ കുറ്റമെല്ലാം ആരോപിക്കണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. പക്ഷേ ആ വാർത്ത ചോർന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. പക്ഷേ കേരളത്തിലെ മുഖ്യധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ പ്രചാരത്തിലുള്ള കുറേ മാധ്യമങ്ങൾ അതൊന്നും കണ്ടതായി ഭാവിച്ചിട്ടില്ല. പക്ഷേ അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് സമീപ ദിവസങ്ങളിലാണ് പുതിയൊരു വാർത്ത, ഒരു അത്ഭുതം കേരളത്തിൽ നടന്നതുപോലെ ചില മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തത്. എന്താ ബ്രേക്ക് ചെയ്തത്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ചെലവുകൾ കണ്ടെത്തി, ഇതാ ഹൈക്കോടതിയിൽ കൊടുത്ത ചെലവുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പച്ച നുണയല്ലേ പൊട്ടിച്ചത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സംസ്ഥാന ഗവൺമെൻറ് എഴുതിയെടുത്തിരിക്കുന്നു. മൃതദേഹമെല്ലാം സംസ്കരിച്ചത് വിവിധ യുവജന സംഘടനകളുടെ ഭാരവാഹികളും സന്നദ്ധ പ്രവർത്തകരുമൊക്കെയാണ് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ പിണറായി വിജയൻ ഈ പണമെല്ലാം എഴുതി വാങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ കട്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭ കള്ളന്മാരുടെ ഒരു മന്ത്രിസഭയാണെന്ന് വരുത്തീർക്കാൻ വേണ്ടിയിട്ട് വലിയ വാർത്തയിലേക്ക് കൊണ്ടുവന്നത്. അതിനെ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയുമോ? കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയെല്ലാം മാറ്റി നിർത്ത്. ഇത് യഥാർത്ഥത്തിൽ ചെലവിൻ്റെ കണക്കല്ല എന്നും ഇത് കേന്ദ്ര സർക്കാരിനോട് ഇവിടെ വരാൻ വേണ്ടി പോകുന്ന ചെലവുകൾ കണക്കാക്കിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ്, ഒരു മെമ്മോറാണ്ടമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ ഇവിടെയുള്ള മാധ്യമങ്ങൾ? ഒരിക്കലുമല്ല. മാധ്യമങ്ങൾ വളരെ ബോധപൂർവം RSSൻ്റെയും കോൺഗ്രസിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വാർത്താമാധ്യമ സംഘത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞിട്ട് ചില പണികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ CPM-നെതിരായിട്ടൊരു വലിയ വാർത്ത കൊണ്ടുവന്നു. എന്തായിരുന്നു വാർത്ത? നമ്മളാരും മറന്നുപോയിട്ടില്ല. പാവപ്പെട്ട ഒരു ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സഖാവ്, ആ സഖാവ് ദുരിതാശ്വാസ ക്യാമ്പിൽ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന ആളാണ്. അയാൾ അവിടെ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ അയാളുടെ കയ്യിൽ കാശില്ല, പാവപ്പെട്ട ആളാണ്. 70 രൂപ പിരിച്ചതിനെയാണ് CPIM ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്ന് വാർത്ത കൊടുത്തത്. രാത്രി കൊണ്ട് പിറ്റേന്നാകുമ്പോഴേക്ക് ആളുകൾക്ക് വാർത്ത തിരുത്തേണ്ടി വന്നു. ശ്രീകുമാർ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, അങ്ങനെ വാർത്ത കൊടുത്ത വാർത്താ മാധ്യമവും വാർത്താ ലേഖകനും ഇവിടെ ഒരു പരിക്കും പറ്റാതെ നിൽക്കുന്നത് ഇത് കേരളമായതുകൊണ്ടാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ കള്ള വാർത്ത കൊടുത്ത് നിൽക്കാൻ വേണ്ടി കഴിയുമോ?
ഇപ്പം അദ്ദേഹം വലിയ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയാണ്. യെസ്, ഇതൊന്നുമല്ല മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമാനമാണ് എന്ന് സമർത്ഥിക്കാനാണ് നോക്കുന്നത്. ഇങ്ങനെ കള്ള വാർത്ത കൊടുത്തിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം ഇങ്ങനെ പഴയതുപോലെ തന്നെ തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്ന ക്ഷമ കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് പച്ചക്കള്ളം ഇങ്ങനെ ആവർത്തിക്കുന്നതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹീനമായ നീക്കത്തെ തുറന്നുകാട്ടുന്ന ഒരു 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 കാര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിലും ഈ വാർത്താ സമ്മേളനം ഒരു പുതിയ ഏടാണ്. എന്താണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ UDF ഭരിക്കുന്ന ഘട്ടത്തിൽ 2013-ലും 2014-ലുമെല്ലാം ഉമ്മൻചാണ്ടി, അതിനു മുന്നേ ആൻ്റണി, ആ ഘട്ടത്തിലെല്ലാം കേരളത്തിൽ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ വരൾച്ചാ ദുരിതത്തിൻ്റെ ഭാഗമായിട്ട്, വെള്ളപ്പൊക്ക ദുരിതത്തിൻ്റെ ഭാഗമായിട്ട്, ഒടുവിൽ പുറ്റിങ്ങൽ ദുരന്തം, 100-ൽ കൂടുതൽ ആളുകൾ മരിച്ച കൊല്ലം ജില്ലയിലെ വെടിക്കെട്ട് അപകടം, ആ അപകടത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇതുപോലെയുള്ള മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പുറ്റിങ്ങൽ ദുരന്തത്തിന് ഒരു കിണർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 25,000 രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായി സമർപ്പിച്ചത്. അപ്പോൾ ഒരു കിണർ വൃത്തിയാക്കാൻ 25,000 രൂപ വേണോ എന്ന് ചോദിച്ച് അന്ന് ആരും വാർത്ത എഴുതിയിട്ടില്ലല്ലോ, അന്നൊരു മാധ്യമം മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, അത് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇന്ന് വിശദീകരിച്ചത്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ VK സനോജ് പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാനുണ്ട്. മുഖ്യമന്ത്രിയും ഇന്ന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിൽ ഈ ഓമനക്കുട്ടൻ്റെ കഥയുണ്ട്. അത് കൂടാതെ കെവിൻ്റെ വാർത്ത വന്ന ദിവസത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം, എനിക്ക് തോന്നുന്നത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആ ദിവസമാണ് കെവിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള വാർത്ത വരുന്നത്. അതെങ്ങനെയാണ് മാധ്യമങ്ങൾ കൊണ്ടുപോയത് വൈകുന്നേരം വരെ എന്നുള്ളത് നമ്മളൊക്കെ കണ്ട കാഴ്ചയാണ്. അത് ഇന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ സാലറി ചലഞ്ചിൻ്റെ കാലഘട്ടത്തിൽ, അത് കോവിഡ് കാലഘട്ടത്തിലാണെങ്കിലും പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും എങ്ങനെയാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ അതിനെ എടുത്തത് എന്നുള്ളതൊക്കെ കണ്ടു. ഇതൊക്കെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് അതിന് വേണ്ട പ്രചരണവും പിന്തുണയും ഒക്കെ കൊടുത്തത് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ വയനാട്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ കണ്ട ദിവസങ്ങളിലെ കാഴ്ചകൾ കൂടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന ഘട്ടത്തിലേക്ക് വന്നതിനെ ശ്രീകുമാർ പറഞ്ഞതുപോലെ അതവിടെ മാറി നിൽക്കട്ടെ, നമുക്ക് അൻവറിലേക്കൊക്കെ വരാം എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല. സാധാരണ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വളരെ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം ശ്രീകുമാറും ഞാനുമൊക്കെ പത്രപ്രവർത്തക യൂണിയൻ്റെ നല്ല ഭാരവാഹികളായിരുന്നു. നമുക്കറിയാം കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണലിസം, സ്വഭാവം, പൊതു സ്വഭാവം ഒക്കെ ഞാൻ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. ഞാൻ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ എഴുതുകയും പറയുകയും ചെയ്യുക എന്നുള്ളത് സാധാരണ പൊതുമാധ്യമങ്ങളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം അങ്ങനെയാണ്, യാതൊരു സംശയമില്ല. ഈ ഗവൺമെൻറ് വളരെ നല്ലതാണ്, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൊള്ളാം എന്നൊന്നും പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. അല്ല ശ്രീ ജേക്കബ് ജോർജ്, അതിനകത്ത് ഞാൻ ഒന്നിടപെടുന്നത്, അതായത് ഇത് മുഖ്യമന്ത്രിക്കും ഇപ്പോൾ VK സനോജും ഒക്കെ പറയുന്നത്, നോക്കൂ 2012-ലെ കാഴ്ചകൾ, 12 മുതൽ 16 വരെയുള്ള അല്ലെങ്കിൽ 11 മുതൽ 16 വരെയുള്ള കാഴ്ചകളിൽ കാണാത്ത കാഴ്ചകളൊക്കെ, അല്ലെങ്കിൽ അന്ന് പോലും ചില കാഴ്ചകൾ കാണുന്നത് പോലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനുണ്ടെങ്കിൽ ചില മാധ്യമങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നു. ഇതിന് ചില ബാക്കപ്പുകളുണ്ട്, ചില പിന്തുണകളുണ്ട്, ചില അജണ്ടകളുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട വ്യക്തമാകുന്നില്ലേ എന്നാണ് സംശയം. അല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മാധ്യമങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ, ശക്തമായിട്ട് തന്നെ എതിർത്തു, വളരെ രൂക്ഷമായിട്ട് തന്നെ എതിർത്തു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതിനു മുമ്പ് K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായിട്ട് എഴുതിയിരുന്നു, യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിൽ തന്നെ ഒരു ഭാഗത്ത് ലാലേ, ഞാൻ പറയുന്നത് ഈ വിശിഷ്യ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രണ്ടാം ഭരണം കിട്ടിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ, പിണറായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്രമം അതിൻ്റെ ശക്തി കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ രൂക്ഷത കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ സത്യമാണ്, വസ്തുതയാണ്. അങ്ങനെ എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും പിണറായി കിട്ടുന്നു കൊടുക്കണം എന്ന ചിന്തയുമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വഴിതെറ്റുന്നത്, കാൽ വഴുതുന്നത്. അങ്ങനെയുള്ള പല വീഴ്ചകളും
കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ സനോജുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ വളരെ വികൃതമായ, വളരെ നീചമായ ഒരാവർത്തനമാണ് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി ചെലവ് കണക്കാക്കിയ കൂട്ടത്തിൽ അതിന് മെമ്മോറാണ്ടം തയ്യാറാക്കിയപ്പോൾ ഉള്ള വീഴ്ചകളെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ നിരത്തിവെച്ചത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ശ്രീകുമാർ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 1.5 മണിക്കൂർ നീണ്ടു നിന്ന പത്രസമ്മേളനത്തിന് 1.25 മണിക്കൂർ എന്നാണ് ലാൽ പറഞ്ഞത്. അതിനുശേഷം വാർത്താ ബുള്ളറ്റിനിലേക്ക് കടന്നപ്പോൾ മാതൃഭൂമിയിലെ എഡിറ്റർ രാജീവ് ദേവരാജൻ, അതിൻ്റെ വാർത്തകളുടെ മാതൃഭൂമി ചാനലിൻ്റെ നേതൃത്വം വഹിക്കുന്ന രാജീവ് ദേവരാജൻ, മാധു വാർത്താ അവതാരക, അവരൊക്കെ ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. രാജീവ് ദേവരാജൻ, മാതൃഭൂമി ചാനലിൻ്റെ വാർത്താ മേധാവി, അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഈ പറയപ്പെടുന്ന വയനാട്ടിലെ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദിവസം ഞങ്ങൾക്കും അബദ്ധം പറ്റി, ഞങ്ങളും തെറ്റായ വാർത്ത കൊടുത്തു, പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരുത്തി എന്ന് രാജീവ് ദേവരാജൻ ഇന്ന് മാതൃഭൂമി ചാനലിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ വിശദീകരിച്ചു. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇത് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അന്ന് രാത്രിയിൽ ഒരു മാധ്യമത്തിൽ കൗണ്ടർ പോയിന്റ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. കണക്കിൽ കള്ളമോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ആ പരിപാടി ഞാനും കണ്ടതാണ്. അതിൻ്റെ കൺക്ലൂഷൻ പോലും ആ സമയത്തേക്ക് ഈ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. എന്തുമാതിരിയുള്ള ഒരു വിലയിരുത്തലായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടി അല്ല, ഞാൻ പറഞ്ഞത് ഒരു വാചകം കൂടി പറയട്ടെ ലാൽ. അന്ന് ഇന്നത്തെ അതേ മാതൃഭൂമിയുടെ ആ ബുള്ളറ്റിനിൽ മാധു പറഞ്ഞത് നമുക്ക് വീഴ്ച പറ്റി, ആ വീഴ്ച ഞങ്ങൾ അന്നേ കണ്ടു, അന്നേ അംഗീകരിച്ചു, ഞങ്ങളത് തിരുത്തി. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. വാർത്തയിലെ സത്യം എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ വഴിക്ക് ചൂണ്ടിക്കാണിക്കാൻ സത്യമുണ്ട് എന്ന് അവതാരകയായ മാധു അത് വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു. മാതൃഭൂമി, ഞാനിത് മാതൃഭൂമിയിൽ എടുത്തു പറയുന്നത് ഞാൻ പഴയ മാതൃഭൂമിക്കാരനായതുകൊണ്ടല്ല, ഇന്ന് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ശ്രീകുമാർ. ഇതിൻ്റെ അകത്തൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച ഇന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 മണിക്കൂറിലേറെ സമയം എടുത്തത്. പത്രക്കാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞ ചോദ്യം ചോദിച്ചപ്പോൾ പത്രക്കാരോട്, മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അതുപോലും എന്തുകൊണ്ടാണ് ഈ 1 മണിക്കൂർ നേരം എടുത്ത് പറഞ്ഞിട്ടും 1 സെക്കൻഡിന്റെ ഇടവേള ഇല്ലാതെ ആദ്യത്തെ ചോദ്യം വരുന്നത് ഏത് വഴിക്കാണ് പോയെന്നുള്ളത് ശ്രീ ജേക്കബ് ജോർജ് കണ്ടല്ലോ. അല്ല, അതാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ നേരത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ചോദിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് അതിനകത്തെ ക്ലാരിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെയും ശ്രീകുമാർ അതാണ്. അപ്പോൾ അതങ്ങ് വിട്ടുകളയേണ്ട കാര്യമല്ല. അവിടെ നമുക്കും ഒരുപക്ഷെ അങ്ങേപ്പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായിരുന്ന ആളുകൾക്ക് പോലും അതിനകത്ത് വഴികാട്ടാനുള്ള ചില ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ പോരാ. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ആക്ഷേപിച്ച് മടക്കി ഒതുക്കി വെക്കേണ്ടതല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് വ്യക്തമായി. അത് അംഗീകരിക്കണ്ടേ? നോക്കൂ ലാലെ, ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കുന്നതല്ല നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത് വലിയ സംഭവമായിട്ടാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ, ചാനലുകൾ രാവിലെ തൊട്ട് പ്രചരിപ്പിച്ചത്. എന്തോ വലുത് സംഭവിക്കാൻ പോകുന്ന നിലയ്ക്ക്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മന്ത്രിസഭായോഗ തീരുമാനം നടത്തുന്ന ബുധനാഴ്ച തീരേണ്ട കാര്യമാണ്. അപ്പോൾ അപൂർവത്തിൽ അപൂർവം എന്ന് ചില കേസുകളിൽ പറയുന്ന പോലെ അപൂർവത്തിൽ അപൂർവമായൊരു പത്രസമ്മേളനം നടത്താൻ പോകുന്നെന്ന് പറയുമ്പോൾ ഈ കാര്യം മുഖ്യമന്ത്രി പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കണം, പത്രപ്രവർത്തകരെ പഠിപ്പിക്കണം, ഒന്നും തെറ്റില്ല. പക്ഷേ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരവന്റെ മുഖത്തെ കൂടുന്ന കണ്ണാടി തിരിച്ചു വെക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്ന കാര്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ആ 1 മണിക്കൂർ ചെലവിട്ടത്. അതല്ല, മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാമായിരുന്നിട്ടും വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കണക്കുകൾ എടുത്തു വെച്ചിട്ട് ഇത് സംസ്ഥാനം നടത്തിയ ചെലവുകൾ കള്ളക്കണക്ക് എഴുതി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് വെച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അത് തിരുത്തിയത് എന്തിനാണ് പിന്നെ മാധ്യമങ്ങൾ?
ചില ദിവസം അന്നത്തെ ദിവസം ചില മാധ്യമങ്ങൾ തിരുത്തിയത് എന്തിനാണ്? അത്ര വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇത്രയും തിരുത്തലുകൾ പോലും വന്നത്. അപ്പോൾ ആ തെറ്റുകൾ വരുന്നത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തിയത് അദ്ദേഹത്തിന് ന്യായീകരിക്കലാണോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് പറയാനാണ് അദ്ദേഹം അത് പറഞ്ഞത്. വാർത്താമാധ്യമങ്ങൾ കള്ളക്കണക്ക് ആണ് എന്ന് പറഞ്ഞത് ശരിയല്ല, അത് യഥാർത്ഥ കണക്കാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് വിശ്വസിക്കണം നമ്മൾ. അത് അദ്ദേഹം പറഞ്ഞത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ അദ്ദേഹം. വ്യാജ വാർത്തയാണെങ്കിൽ ഗവൺമെൻറ്റിന് നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. അക്രഡിറ്റേഷൻ റദ്ദാക്കാം, ആ വാർത്താലേഖകരുടെ അക്രഡിറ്റേഷൻ റദ്ദാക്കാം. ഇപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ കടത്തുന്നില്ല, നിയമസഭാ സമ്മേളനത്തിൽ ചിത്രീകരിക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ ഈ വാർത്താ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നല്ല പറയേണ്ടത്, കേസ് കൊടുക്കണം, അക്രഡിറ്റേഷൻ റദ്ദാക്കണം. അത് ജേക്കബ് ജോർജിന് അറിയാം എന്താ അക്രഡിറ്റേഷൻ റദ്ദാക്കിയാലുള്ള ബുദ്ധിമുട്ടെന്ന്. അക്രഡിറ്റേഷൻ റദ്ദാക്കണം, അതാണ് എൻ്റെ കാര്യം. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് തൻ്റെ ഭാഗം ന്യായീകരിച്ചതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ അതൊരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ലല്ലോ ഈ വ്യാജ വാർത്ത വരുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിനെ കുറിച്ചും ഇങ്ങനെ വാർത്ത വന്നപ്പോൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാ ഈ മുഖ്യമന്ത്രിയും കൂട്ടരും. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അറിയാമല്ലോ. അതാണ് കോൺഗ്രസിന്റെ മാധ്യമ നയവും CPM മാധ്യമ നയം എന്നുള്ള വ്യത്യാസം. ചോദിച്ചാൽ നന്നായി. CPM മാധ്യമ നയം എന്ന് വെച്ചാൽ വാർത്ത കൊടുക്കുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മാധ്യമ നയം എന്ന് വെച്ചാൽ വാർത്ത കൊടുത്തോളൂ, തെറ്റാണെങ്കിൽ തിരുത്തിക്കോളൂ എന്ന് പറയലാണ്, അല്ലാണ്ട് പേടിപ്പിക്കലല്ല. അതാണ് വ്യത്യാസം. അതിന്റെ കണക്കുകൾ കൊടുത്ത് പണം വാങ്ങാൻ വേണ്ടി ശ്രമിച്ച കാര്യത്തിൽ ഇതുപോലെ വ്യാജ വാർത്ത അതായത് ഞാൻ പറയട്ടെ സനോജെ, പ്ലീസ് ഒന്ന് ക്ഷമിക്കൂ. നിങ്ങൾ 3 പേരും ഒരേ നിരക്കാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ വ്യത്യസ്തൻ. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് ലാലിൻ്റെ ചോദ്യം സനോജ് പറഞ്ഞതിനിടയ്ക്ക് എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, ഒന്ന് പറയാമോ? അല്ല, എൻ്റെ ചോദ്യം ഈ പറഞ്ഞ കള്ളക്കണക്കുകൾ കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി ശ്രമിച്ചത് വാർത്തയാക്കിയ ഒരു ഘട്ടം UDF ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നോ? ഏത് ഗവൺമെൻറ്റും അവരവരുടെ കാലത്ത് ഏതെങ്കിലും രീതിയിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാനായിട്ട് സഹായധനം അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതാത് കാലത്തെ മാധ്യമങ്ങൾ എടുത്ത് പർവ്വതീകരിച്ച് കൊടുക്കേണ്ടതാണ്. ക്ഷമിക്കണം, മാധ്യമങ്ങൾ എടുത്ത് കൊടുക്കേണ്ടതാണ്. അത് പർവ്വതീകരിച്ചു എന്ന് പറയുമ്പോഴാണ് പ്രശ്നമുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പർവ്വതീകരിച്ചു. വയനാട്ടിന്റെ അവസ്ഥ നമുക്കറിയാലോ സാർ, നമ്മൾ ഇങ്ങനെയാണോ അതിനെ ചർച്ച ചെയ്യേണ്ടത്? വയനാട്ടിലത്തെ അവസ്ഥ അറിയുന്നതുകൊണ്ടാണല്ലോ ഇത് ചർച്ചയായത്. വയനാട്ടിലത്തെ ദുരന്തം സംഭവിച്ച ശേഷം നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പറഞ്ഞോളൂ, വ്യക്തികൾക്കെതിരെ പറഞ്ഞോളൂ, നാടിനെതിരെ പറയരുതെന്ന്. ഇതൊക്കെ കേരളം കുറേ കേട്ടതാണ്, ഈ നാടിനെതിരെ പറയരുതൊക്കെ പറയുന്നത്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ കൂടുതൽ അതിലേക്കൊക്കെ പോയാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാലത്ത് മാധ്യമങ്ങൾ ആ കാലത്ത് ചെയ്തില്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, അത് മാധ്യമങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ലാലെ, അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്തത് വ്യാജ വാർത്തയാണെങ്കിൽ വ്യാജ വാർത്തക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരുപാട് വകുപ്പുണ്ട്, അത് ചെയ്യണം. ദുരന്തം അനുഭവിക്കുന്നവരും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ ഒരു ഭാഗത്ത്, ഈ വാർത്ത UDFന്റെ കാലത്ത് കൊടുക്കാത്ത മാധ്യമങ്ങളും ഇപ്പോൾ കൃത്യമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളും ഒക്കെ മറുഭാഗത്ത്. ഇതാണ് ശ്രീകുമാർ കാണുന്നത്. അല്ല, ശ്രീകുമാർ അവർ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ വാർത്താ മാധ്യമങ്ങൾ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മുഖ്യമന്ത്രി ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട്. യഥാർത്ഥ സംഭവത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല, ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് അദ്ദേഹം വരുന്നില്ല, ബോധപൂർവം വഴുതി മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം എന്താണ്? ആ വിഷയം തൊട്ട് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ശ്രീകുമാറോട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം കേന്ദ്ര സർക്കാരിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നു. ആ മെമ്മോറാണ്ടത്തിൽ പരാമർശിക്കുന്ന തുക അത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായി കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ട് അവരുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അത്തരം തുക രേഖപ്പെടുത്താറുള്ളത്. അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും ആൻ്റണി ഭരിച്ച കാലത്തും
നേരത്തെയുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തും ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും ഒരുപോലെ തന്നെയാണ്. മാനദണ്ഡത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം അങ്ങനെ കൊടുത്ത ഒരു കാര്യത്തെ കേരളത്തിലെ നല്ല അറിവുള്ള നല്ല വിവരമുള്ള മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് എടുത്തിട്ട് പച്ചക്കള്ളം ഇവിടെ പ്രചരിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് പറയുമ്പോൾ അതും ഇതും പറയല്ല. ആ വിഷയം തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ രാജീവ് ദേവരാജനെ പോലുള്ള ആളുകൾ സമ്മതിച്ചു. മാതൃഭൂമിയിലെ ആളുകൾ സമ്മതിച്ചിട്ടുണ്ട്. പല മാധ്യമങ്ങളിലും അന്ന് രാത്രി നടന്ന ചില എഡിറ്റേഴ്സ് അവർ ചർച്ചകളിൽ ആ ചാനലിൻ്റെ എഡിറ്റർമാർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സമ്മതിച്ചു. ഈ വ്യാജ വാർത്ത കൊടുത്ത ആളുകൾ ഉൾപ്പെടെ സമ്മതിച്ചിട്ടും ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് അത് സമ്മതിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ അതിന് പിന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടാവാം. ആ രാഷ്ട്രീയം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് വല്ലാതെ വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ നേട്ടമായിരുന്നു കോൺഗ്രസിന്റെ കൂടി നിലപാടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരൊക്കെ അങ്ങനെയാണ് ഭാഗമായി വലിയ മോഷണം നടത്തിയിട്ടുണ്ട്, മുഴുവൻ അഴിമതിയാണ് എന്നൊക്കെ വരുത്തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. പിന്നെ അദ്ദേഹം അതിനിടയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ മാധ്യമ നയം അതല്ല എന്നൊക്കെ പറഞ്ഞു. അടിയന്തരാവസ്ഥ മറന്നുപോയോ ശ്രീകുമാറിനെ പോലുള്ള മുതിർന്ന ആള്? അടിയന്തരാവസ്ഥയിൽ ഇവിടുത്തെ മാധ്യമങ്ങളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു കോൺഗ്രസ്? യഥാർത്ഥത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 70 രൂപ പിരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓമനക്കുട്ടനെ പോലെയുള്ള ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയെ മാധ്യമങ്ങൾ വേട്ടയാടി, കള്ളനെന്ന് വിളിച്ചു. എന്നിട്ടും ആ വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത മാധ്യമപ്രവർത്തകർക്ക് ഒന്നും സംഭവിക്കാത്തത് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യവും ഇടതുപക്ഷം മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെയും ഭാഗമായിട്ടാണ്. ശ്രീകുമാറിനെ പോലെ ആളുകൾ മറന്നുപോകരുത്. അതുകൊണ്ട് നിങ്ങൾ വലിയ മാധ്യമ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയും പാർട്ടിയും നിങ്ങളായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വിഷയം വരുമ്പോൾ ചരിത്രമെല്ലാം ബോധപൂർവ്വം വിസ്മരിച്ചിട്ട് ഇത്തരം ചർച്ചകളിൽ നിങ്ങളെപ്പോലുള്ള ഒരു സീനിയർ പത്രപ്രവർത്തകനും നിരീക്ഷകനും ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുകൂടി അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് RSS ഒരു അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നേട്ടം ഇവിടെയുള്ള വലതുപക്ഷത്തിനും കോൺഗ്രസിനും ഉണ്ടാവുന്നുണ്ട്. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥം എന്താ ഇവിടെ മാധ്യമങ്ങൾ നടത്തേണ്ട ചർച്ച? 500ഓളം ആളുകൾ മരിച്ച ഒരു സംഭവം, ആ സംഭവത്തിന് ദിവസം 60ലേക്ക് കടക്കാൻ പോകുന്നു. 2 മാസമാവാൻ പോകുന്നു. ഈ 2 മാസമായിട്ടും പ്രധാനമന്ത്രി അവിടെ വന്ന് സന്ദർശനം നടത്തി ഒരു കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു, അത് വാർത്തയാക്കി, അത് വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസൊക്കെയായി പ്രചരിച്ചു എന്നല്ലാതെ 5 പൈസയുടെ ധനസഹായം ഇവിടെ കിട്ടിയോ? എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്നതായിരുന്നു 8 മണിക്കും 9 മണിക്കും ഇവരുടെ വാർത്താ ചാനലിൽ നടക്കേണ്ട ചർച്ച. പകരം എന്താ ചർച്ച നടന്നത്? പകരം ചർച്ച നടന്നത് എന്താണ്? കണക്കിൽ കള്ളമോ എന്നല്ല ചോദിക്കേണ്ടത്. കേരളത്തോട് അയിത്തമോ എന്ന് ചോദിക്കേണ്ട മാധ്യമങ്ങൾ കണക്കിൽ കള്ളമോ എന്ന ചർച്ച നയിച്ചിട്ട് അത് പിന്നെ ഈ നാടിനെ അപമാനിക്കാനല്ലാതെ പിന്നെ ആരെ സഹായിക്കാനാ? ഈ നാടിനെ അപമാനിക്കലല്ലേ, നാടിന് കിട്ടാനുള്ള തുക ഇല്ലാതാക്കാനല്ലേ നീക്കം? അത് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും AKG സെൻറ്ററിലേക്കാണോ ഈ പണമൊക്കെ പോവുക? ഈ നാട്ടിലെ 500ഓളം ആളുകൾക്ക് മരണം ഉണ്ടായി, വീട് നഷ്ടപ്പെട്ടു, അവരുടെ അടുത്ത പുനരധിവാസ പ്രവർത്തനം, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗൗരവമായി ഗവൺമെൻറ് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതിന് സഹായകരമാവുന്ന ഒരു 5 പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ പ്രഖ്യാപിക്കാതിരുന്നിട്ടും അതിനെക്കുറിച്ച് ചർച്ചയില്ല. അപ്പം അങ്ങനെ ഉയർന്നു വരുന്ന ചർച്ചകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വേണ്ടിയിട്ട് കൊട്ടേഷൻ പണിയെടുക്കുകയാണ്. അതാണ് ഇവിടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. അങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് എന്തിനു പൊള്ളുന്നു? അതല്ലേ ചോദ്യം. ശ്രീ VK സനോജ്, ഇവിടെ നേരത്തെ ശ്രീകുമാർ അർദ്ധോക്തിയിൽ പറഞ്ഞു നിർത്തിയ തുടക്കത്തിലെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എല്ലാത്തിനും ഉത്തരം പറഞ്ഞില്ല, പലതിനും ഈ LDF വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോവുകയായിരുന്നു. ഏത് കാര്യത്തിനാണ് അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇട്ട് മറുപടി പറഞ്ഞത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുഖ്യമന്ത്രി ഇന്നത്തെ ദിവസം പറയേണ്ട കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു തന്നെയല്ലേ പോയത്? അതല്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനം പ്രത്യേകത അർഹിക്കുന്നതായി മാറുന്നതും? കൃത്യമായും നിലപാട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ശ്രീകുമാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ അത്യാവശ്യം എന്താ പറയുക സാമാന്യ ബുദ്ധിയുള്ള ആളുകളെല്ലാം, അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിഗണനയൊന്നുമില്ല, എല്ലാവരും ആ പത്രസമ്മേളനത്തെ സൂക്ഷ്മതയിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. ഭാവിയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠനാർഹമായ നിലയിലാണ് ഇന്നത്തെ പത്രസമ്മേളനം നടന്നത്. ഏത് കാര്യത്തിലാണ് വ്യക്തത വരുത്താതിരുന്നത്? പിന്നെ ഇവരാഗ്രഹിക്കുന്ന ഉത്തരം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവരാഗ്രഹിക്കുന്നത്
ഏതെങ്കിലും ഒരാൾ വിളിച്ചു പറയുന്ന ഒരു ആരോപണത്തെ മുൻനിർത്തിയിട്ട് ഇന്നയാളെ നടപടിയെടുത്തിരിക്കുന്നു, ഇന്നയാളെ പുറത്താക്കിയിരിക്കുന്നു, ഗവൺമെൻറ് കുറച്ച് മോശമൊക്കെ പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞെല്ലാം ശരിയായിരുന്നു എന്നൊക്കെ ഇന്ന് തന്നെ പറയണമായിരുന്നു എന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക. വളരെ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തൊക്കെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന പരാതി സംബന്ധിച്ച് അന്വേഷിക്കുന്നു, അതിന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അത് MLA കൊടുത്താലും സാധാരണ പൗരൻ കൊടുത്താലും ഏത് രാഷ്ട്രീയ എതിരാളി കൊടുത്താലും ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പം അതനുസരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഏത് വിഷയത്തിലാണ് ഇവർക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്നത്? അവിടെ ചോദ്യങ്ങൾ ചോദിച്ച വാർത്താ മാധ്യമ സംഘത്തിനെല്ലാം നല്ല ക്ലാരിറ്റി വന്നതുകൊണ്ടാണ് പലർക്കും ആ വിഷയത്തെ കേന്ദ്രീകരിച്ച് അധികം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. അവരെല്ലാം മൈക്കും ക്യാമറയും തൂക്കിപ്പിടിച്ചിട്ട് നേരെ ഷിരൂരിൽ പോയിട്ട് അവിടെ പുഴയിൽ അകപ്പെട്ട ലോറിയുടെ പാർട്സിനെ കുറിച്ച് ഇപ്പോൾ നല്ല വാർത്ത കൊടുത്തല്ലോ ഉച്ചയ്ക്ക് ശേഷം. ഇതിൽ കേന്ദ്രീകരിച്ച് അധികം വാർത്ത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവർക്ക് വാർത്ത കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് അൻവറിൻ്റെ വീണ്ടും നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോഴേക്കും അതിന്റെ കാലാവസ്ഥയൊക്കെ മാറിയിരുന്നു. അൻവറിന്റെ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനം രാവിലത്തെ വാർത്താ സമ്മേളനം പോലെ ആയിരുന്നില്ല. ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി ഞാൻ വരാം. ശ്രീ വി. സനോജ്, ജേക്കബ് ജോർജ്, അതാണ് ഒരുപക്ഷെ നേരത്തെ N. ശ്രീകുമാർ കാട്ടാൻ ശ്രമിച്ച ഒരു കാര്യവും അതാണ്. എവിടെ ഈ ഉത്തരം കിട്ടേണ്ട ഉത്തരവൊന്നും കിട്ടിയില്ലല്ലോ എന്നാണ്. എല്ലാത്തിനും മുഖ്യമന്ത്രി കൃത്യമായി ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങും അത് സൂചിപ്പിച്ച് തന്നെയാണ് പോയത്. ഇന്നത്തെ രാഷ്ട്രീയമായി പറയേണ്ട ഉത്തരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കാര്യം ഇട്ടുകൊടുത്തത് പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതും എന്നെനിക്ക് തോന്നുന്നത് അങ്ങേക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു വാർത്തയാണ്. അത് വെങ്ങാനൂർ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിലെ 148-ാം പേജിൽ ജയറാം പടിക്കൽ ജീവചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ജയറാം പടിക്കൽ ഇടനിലക്കാരനായി RSS നേതാവിനെ കണ്ട കാഴ്ചയെക്കുറിച്ച് പറയുന്ന കാര്യം, അത് യഥാർത്ഥത്തിൽ ഇത്തരം ശീലമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല ഇത്. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, അവിടെ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാറില്ല ഇത്തരം കാര്യങ്ങൾക്കെന്ന് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? കരുണാകരൻ്റെ കാലഘട്ടം എനിക്ക് നല്ല സുപരിചിതമാണ്. ശ്രീകുമാറിനും അറിയാം. ശ്രീകുമാർ പക്ഷേ കോൺഗ്രസ് പക്ഷത്തുള്ള പത്രത്തിൻ്റെ ലേഖകനാണ് തൃശ്ശൂരിലെ. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കരുണാകരന് പോലീസിനെ ഉപയോഗിച്ച് വളരെ പല കളികളും കളിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ഈ കോലീബി സഖ്യം എന്നൊക്കെ പറയുന്നത്. ജയറാം പടിക്കലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടന്ന സംഭവം തന്നെ ആയിരിക്കണം, ജയറാം പടിക്കൽ പറഞ്ഞതുമായിരിക്കണം, സംശയമൊന്നുമില്ല. അതിൽ ജയറാം പടിക്കൽ അതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇടപെടിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസ് സംവിധാനത്തെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റുന്ന കാര്യമല്ല. അത് കാരണത്തെ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. ഒരു കാര്യമുള്ളത്, അദ്ദേഹം വളരെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമേ തലപ്പത്ത് വയ്ക്കുമായിരുന്നുള്ളൂ. രമൺ ശ്രീവാസ്തവ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു. പക്ഷേ ISRO ചരക്കേസിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുടുക്കി. അദ്ദേഹത്തെ കേരള പോലീസ് തന്നെയാണ് കുടുക്കിയത്, യാതൊരു സംശയമില്ല. കേരള പോലീസ് തന്നെ അവരുടെ IG ആയിരുന്ന രമൺ ശ്രീവാസ്തവ ഇതിനെ പ്രതിയാണ് എന്ന് ചേർത്തു. എന്നിട്ട് കരുണാകരൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല, കരുണാകരൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഒരു ദിവസം രാത്രിയിൽ IB ഉദ്യോഗസ്ഥന്മാർ ചെന്ന് പറഞ്ഞു രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യണം. കരുണാകരൻ അപ്പോൾ തന്നെ ഡൽഹിക്ക് വിളിച്ചു. ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രിയെ വിളിച്ച് പറഞ്ഞു CBI കേസിൻ്റെ ഏൽപ്പിക്കണമെന്ന്. പിറ്റേ ദിവസം ഡിസംബർ 1-ാം തീയതി മറ്റോ അന്ന് തന്നെ കേസ് CBIക്ക് വിടുകയും ചെയ്തു. അവിടെയാണ് രമൺ ശ്രീവാസ്തവയ്ക്ക് ഒരു മോചനം ഉണ്ടായതെന്നും കൂടി ഓർക്കണം. അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ, അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അതിൻ്റെ അകത്തെ തെറ്റോ കുറ്റമോ ഒന്നുമല്ല കാണിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നമ്മളൊന്നും സാധാരണക്കാർ, ഈവൻ പത്രപ്രവർത്തകർ പോലും പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പരാതി വരുമ്പോൾ, അൻവർ ഉന്നയിച്ച പരാതി വരുമ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ആ അന്വേഷണത്തിൻ്റെ വിവരം കിട്ടാതെ ഒരു തീരുമാനം എടുക്കുക വയ്യ. അന്വേഷണത്തിൽ കിട്ടുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരാണെങ്കിൽ, MR അജിത് കുമാർ എന്ന ADGPക്ക് എതിരാണെങ്കിൽ തീർച്ചയായിട്ടും കർശനമായ നടപടിയെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം കരുണാകരനും അങ്ങനെ തന്നെയായിരുന്നു.
കരുണാകരൻ എന്നല്ല മുൻ മുഖ്യമന്ത്രിമാരൊക്കെയും അങ്ങനെയായിരുന്നു. വെറുതെ ഒരു ആരോപണം കിട്ടിയാൽ, ഒരു പരാതി കിട്ടിയാൽ ഉടനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് ശരിയല്ല. കാര്യകാരണസഹിതം അത് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷമേ നടപടിയെടുക്കൂ. അത് അദ്ദേഹം ഇന്ന് ആവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടുള്ളൊരു കാര്യം. അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കൃത്യമായി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അർദ്ധത്തിലൊന്നും നിർത്തിയ കാര്യങ്ങളല്ല. ശ്രീ എൻ ശ്രീകുമാർ, പക്ഷേ കെ കരുണാകരൻ ജയറാം പടിക്കലിനെ അന്ന് ഉപയോഗിച്ചതും മറ്റ് പല സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശ്രീ ജേക്കബ് ജോർജിനെ പോലുള്ളവർക്കും അറിയാവുന്ന കാര്യം, അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. പോലീസിനെ എങ്ങനെയാണ് ശ്രീ കരുണാകരൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് ജയറാം പടിക്കലിനെ ഉപയോഗിച്ച് കോലീബി സഖ്യത്തെ എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളത് ജയറാം പടിക്കൽ തന്നെ വെങ്ങാനൂർ ബാലകൃഷ്ണനോട് പറഞ്ഞ കാര്യം ഇന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു. ഈ പുസ്തകം വന്നിട്ട് തന്നെ കാലങ്ങളായി. അന്നൊന്നും കോൺഗ്രസ്സിലെ ആർക്കും ഇത് അന്വേഷിക്കണമെന്നോ, ഇത് എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ DGPയെ പറഞ്ഞയച്ച് ഒരു ബന്ധം സംഘപരിവാറുമായി നടത്താൻ ശ്രമിച്ചു എന്നോ ഒന്നും ചോദിക്കാൻ ആർക്കും തോന്നിയില്ല. ഇന്ന് തോന്നുന്നത് പോലെ അതും കൂടി നമ്മൾ വിലയിരുത്തണ്ടേ? കെ കരുണാകരൻ്റെ കാലത്ത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അന്ന് എന്തിനാ കാണാൻ പോയെന്ന് ചോദിച്ചത് കെ കരുണാകരൻ്റെ കോൺഗ്രസ് മുന്നണിയിലുള്ള ഘടകകക്ഷി നേതാക്കളല്ല. അവരാരും ചോദിച്ചില്ല. ഇന്നതല്ല, ഇന്ന് ADGP എന്തിനാണ് RSS നേതാക്കളെ കാണാൻ ചോദിച്ചില്ല എന്നാണ് ചോദ്യങ്ങൾ വരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയാൻ അനുവദിക്കേ. അതായത് കെ കരുണാകരൻ്റെ കാലത്ത് അങ്ങനെ ചോദിച്ചില്ല ഘടകകക്ഷികൾ. പക്ഷേ ഇപ്പോൾ ഒരു ഘടകകക്ഷിയുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ചോദിക്കുകയാണ് എന്തിനാ പോയതെന്ന്. ഉത്തരവുണ്ടല്ലോ, വ്യക്തമായി പറഞ്ഞു എന്നാണല്ലോ ശ്രീ ജേക്കബ് ജോർജ് മനസ്സിലാക്കിയത്. ജേക്കബ് ജോർജ് മനസ്സിലാക്കിയതല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൻ്റെ ലാലേ, നിങ്ങൾ പറയുന്നതിന് കൃത്യമായ ഉത്തരം ഞാൻ പറയാം. എന്നെ പറയാൻ അനുവദിച്ചില്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിചാരിക്കും ഇയാളെ തടസ്സപ്പെടുത്തുകയാണെന്ന്. അതായത് കെ കരുണാകരൻ്റെ കാലത്ത് രമൺ ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു. ആ രമൺ ശ്രീവാസ്തവയെ ഉപദേശകനാക്കി വെച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? CPMൻ്റെ മുഖ്യമന്ത്രിയല്ലേ പിന്നീട് ഇപ്പം ഈ അടുത്ത കാലത്ത്. അതൊക്കെ വേറെ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാം. അതുപോലെ അടിയന്തരാവസ്ഥ കാലത്തെ മാധ്യമ നയവും നമുക്ക് ചർച്ച ചെയ്യാം. ഈ വയനാട്ടിലത്തെ വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ജനം ആഗ്രഹിച്ച മറുപടി കിട്ടിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് CPI ചോദിച്ചത് ജനത്തിന്റെ മുഴുവൻ വക്കാലത്തും നമുക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ? ജനത്തിന്റെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ. ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പല രീതിയിലാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. ജേക്കബ് ജോർജ് പറഞ്ഞതിനകത്ത് അത് ഒരു ഭാഗമുണ്ട്, അങ്ങ് പറയുന്നതിനകത്തുണ്ട്, സനോജ് പറഞ്ഞതിനകത്തുണ്ട്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം മാത്രമേ താങ്കൾ പറയുന്നതിനകത്ത് വരുന്നുള്ളൂ. ഞാൻ ചോദിച്ചത് ഇതാണ്, ജയറാം പടിക്കലിൻ്റെ കാലഘട്ടത്തിൽ അന്ന് തോന്നാത്ത ചോദ്യങ്ങളൊക്കെ ഇന്ന് തോന്നുന്നവർ അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ താങ്കൾ പറയുന്നു അത് ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾക്കുള്ള മറുപടി ആണ് വേണ്ടത് എന്നാണ്. മുഖ്യമന്ത്രി അത് കൊടുത്തല്ലോ, അത് ഞങ്ങളുടെ ശീലമല്ല, ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ പോലീസുകാരോട് പെരുമാറുന്നത്, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം പോലീസുകാർ വഴിയല്ല നടപ്പിലാക്കുന്നത്, കെ കരുണാകരൻ അന്ന് ചെയ്തതുപോലെ അല്ല ഞങ്ങളുടെ ശീലം, അന്ന് നടത്തിയ ഉദാഹരണങ്ങളൊക്കെ ഇതാ പുസ്തകമായി ഇവിടെ ഉണ്ടല്ലോ നോക്കൂ എന്ന് പറഞ്ഞതാണ്. എൻ്റെ ലാലെ, ഞാൻ പറഞ്ഞത് താങ്കൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, അതും ഇതും വിളിച്ചു പറയല്ലേ. ഞാൻ പറഞ്ഞത് കെ കരുണാകരൻ അന്ന് കോലീബി സഖ്യത്തിന് വിട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഘടകകക്ഷി നേതാക്കളൊന്നും ആരും ചോദിച്ചില്ല. ഇന്ന് RSS നേതാവിനെ കാണാൻ പോയി ചോദിച്ചത് ഘടകകക്ഷി നേതാക്കളാണ്. LDFൻ്റെ CPIയും RJDയുമാണ്. അതിനാണ് മുഖ്യമന്ത്രി ഉത്തരം കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ല. പകരം ADGPയെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ എടുത്തത്. അൻവർ, ഇടതുപക്ഷ MLA ആയ അൻവർ, അദ്ദേഹത്തിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് കോൺഗ്രസ് ഉണ്ടാക്കിയ കാര്യമല്ലല്ലോ. PV അൻവറിന് കോൺഗ്രസിന്റെ പശ്ചാത്തലമാണ്, കോൺഗ്രസിന്റെ പാരമ്പര്യമാണെന്ന് അദ്ദേഹം പറയാനിടയായത് കോൺഗ്രസിന്റെ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പരാതികൾ ഉന്നയിക്കുന്നത്. അവിടെ പുറത്തേക്ക് ഇങ്ങനെ വിളിച്ചു പറയലാണല്ലോ. അതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അത് കോൺഗ്രസിൽ നിന്ന് വന്ന ആളുടെ വഴി അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മാത്രമേ അറിയുള്ളൂ, ആ ശീലമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഒറ്റ കാര്യം മാത്രം, ഈ പറയുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾക്കുള്ള ചോദ്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആരെയും പറഞ്ഞയച്ചിട്ടില്ല. അദ്ദേഹം ഒരു ADGPയെയും രാഷ്ട്രീയമായി ആരെയും കാണാൻ പറഞ്ഞയച്ചിട്ടില്ല.
അത് കണ്ടെത്താനുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. റിപ്പോർട്ട് വരുമ്പോൾ അതിന് ബാക്കി കാര്യങ്ങൾ നടക്കും. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് അത് വ്യക്തമാണ്. അത് വീണ്ടും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ആണ് ഈ ചോദ്യം വരുന്നത്, ജയറാം പടിക്കലും കെ കരുണാകരനും വരുന്നത്. അതിന് താങ്കൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ? എൻ്റെ ലാലെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എനിക്കിതിൽ നുണ പറയേണ്ട കാര്യമില്ല. ഞാൻ കോൺഗ്രസ് സഹയാത്രികനാണ്, പക്ഷേ കോൺഗ്രസിൻ്റെ വക്താവല്ല. കെ കരുണാകരൻ്റെ കാലത്ത് ഞാൻ കെ കരുണാകരനെതിരായുള്ള ഗ്രൂപ്പിലത്തെ കേസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എനിക്കിതിൽ ഞാൻ ഇടതുപക്ഷ പത്രങ്ങളിൽ പ്രവർത്തിച്ച ഒരാളാണ്. അല്ലാണ്ട് ഞാൻ തനി കോൺഗ്രസ്സുകാരനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കരുണാകരൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രമൺ ശ്രീവാസ്തവ ഉൾപ്പെടെയുള്ളവരെ പിന്നീട് LDF ഗവൺമെൻറ് കാലത്ത് ഉപദേശകനായി വെച്ചു. അതൊക്കെ ചരിത്രമുണ്ട്. ഇനി അതോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് ചർച്ചാ വിഷയമെങ്കിൽ ഞാൻ പറഞ്ഞ ദയവായിട്ടൊന്ന് കേൾക്കൂ താങ്കൾ. അതായത് ഇന്നത്തെ ജനം ആഗ്രഹിച്ച 2-3 കാര്യങ്ങൾക്ക് ഉത്തരം മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞില്ല. ആകപ്പാടെ പറഞ്ഞത് വാവിട്ട വാക്കാണ് മുഖ്യമന്ത്രിയുടെ. അതായത് അൻവർ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ല, അദ്ദേഹത്തിന്റെ വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അദ്ദേഹം ഇനി വാർത്താ സമ്മേളനം നടത്തിയാൽ ഞാൻ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു. എന്തൊരു കഷ്ടം! ഞാൻ പറയട്ടെ എൻ്റെ ലാലെ, ക്ഷമിക്കണം. എന്നെ നിങ്ങളെ പ്രകോപിക്കല്ലേ വെറുതെ. അല്ല, ഞാനത് പറയട്ടെന്നേ. എനിക്കൊന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കൂ. നിങ്ങളെന്താണ് ഇങ്ങനെ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ചർച്ചയ്ക്ക് വിളിച്ചെന്തിനാ? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയാൻ ഇരിക്കാനല്ല ഞാൻ വന്നത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ വ്യാഖ്യാനിച്ച് അത് വികൃതമാക്കാനല്ല ഞാൻ വന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ചില കാര്യങ്ങൾ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, പക്ഷപാതിയായ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാനാണ് ഞാൻ വന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഇടയ്ക്ക് മണ്ണാങ്കട്ട എന്ന് പറഞ്ഞത് ക്ഷമിക്കുക, പെട്ടെന്നുള്ള വികാരം തള്ളിച്ചിൽ വന്നാലും ക്ഷമിക്കുക, പറയാറില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അത് പോട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം PV അൻവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വികാരം കൂടുതൽ കൊണ്ടു. അദ്ദേഹം ആവേശഭരിതനായി. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ല, കോൺഗ്രസിൽ നിന്ന് വന്ന വഴിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 2 തവണ MLA ആക്കിയ ചോദ്യമൊക്കെ നാളെ ജനങ്ങൾ ചോദിക്കും. മറ്റുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് PV അൻവറിനെ ഇടതുപക്ഷം മത്സരിപ്പിച്ചതിലൊന്നും അല്ല അദ്ദേഹം കുറ്റം കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ വഴി, അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ അറിയില്ല. അദ്ദേഹം പരാതി കൊടുത്തതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയല്ല ഇടതുപക്ഷത്ത് പരാതി കൊടുക്കുന്നത്, CPM-ൽ പരാതി കൊടുക്കുന്നതെന്നാണ്. സനോജ്, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഒരു വിശദീകരണം ഇതിനുണ്ടോ? അല്ല, ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ജനങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. അത് ജനങ്ങളുടെ മൊത്തം അവകാശം നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടെ കണ്ടിട്ടുണ്ട്. ജനങ്ങൾ അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വ്യാജ കഥ പൂർണ്ണമായും പൊളിഞ്ഞു വീണു. അതിൽ വലിയ നിരാശയാണ് വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള ശ്രീകുമാറിനും കോൺഗ്രസിനും BJPക്കും ഇവിടെയുള്ള സകല വലതുപക്ഷ ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണ്ണ വിജയമായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഈ PV അൻവർ ഉന്നയിച്ച വിഷയത്തെ മുൻനിർത്തി ഈ ഗവൺമെൻറ് തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇതിനകത്ത് വലിയ അഭിപ്രായ പ്രശ്നങ്ങളാണ്, മുന്നണിയിൽ വലിയ അടി നടക്കാൻ പോവുകയാണ് എന്നൊക്കെയായിരുന്നല്ലോ കുറേ മാധ്യമങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് ബോധ്യമാവുന്ന തലത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്കും ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ PV അൻവറിനെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ചർച്ച. PV അൻവറിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്? മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു MLA, ഒരു ഭരണകക്ഷി MLA ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പാടില്ല എന്നാണ് ഉത്തരം. വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ അങ്ങനെ വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന ഒരാളായിരുന്നു, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരാളായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടാവുക. ഇടതുപക്ഷത്തിൻ്റെ രീതി ഇതല്ല എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അത് പറയേണ്ടി വന്നത്. ഈ വിഷയം അൻവർ ഉന്നയിച്ചപ്പോൾ അൻവറിനെ തന്നെ തള്ളി, നിങ്ങളിങ്ങനെ മിണ്ടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത് പത്രസമ്മേളനം വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചു, രണ്ടാമത് ശ്രമിച്ചു, മൂന്നാമത് ശ്രമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താണ്
ഉദ്ദേശിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു വടിയായി, അവരുടെ ഒരു ആയുധമായി അൻവറിൻ്റെ തുടർച്ചയായ പത്രസമ്മേളനങ്ങൾ മാറുന്നു. ഇതൊരു ഇടതുപക്ഷ MLAക്ക് ചേർന്ന രീതിയല്ല എന്ന കാര്യമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിയത്. യെസ്, ആ ഓർമ്മപ്പെടുത്തൽ കൃത്യമായിരുന്നു എന്ന് തന്നെയാണ്. രാഷ്ട്രീയമായി അത് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഓരോ വാക്കും വാചകവും ബോഡി ലാംഗ്വേജും ഗുണപ്പെട്ടിട്ടാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തി വന്നത്. അതാണ് ശ്രീ എൻ ശ്രീകുമാർ ഖണ്ഡിക്കാൻ ശ്രമിച്ചതും. ചർച്ചയുടെ അവസാന ഘട്ടം ഓരോ മിനിറ്റ് വീതമാണ് എല്ലാവർക്കും ഉള്ളത്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി പ്രതിപക്ഷത്തിൻ്റെ കോർട്ടിലേക്ക് പന്തെടുത്തിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അൻവറിൻ്റെ പിന്നാലെ അൻവർ പറയുന്നതൊക്കെ കേട്ട് പ്രതിപക്ഷം ഓരോന്നിൽ പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ അൻവർ പറഞ്ഞതെന്താണ്? സോളാർ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പണം വാങ്ങിയവരാണ് ഇപ്പുറത്ത് പോലീസിലൊക്കെ ഉള്ളത് എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആരാണ് അപ്പോൾ പൈസ കൊടുത്തതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അതുപോലെ ഈ ജയറാം പടിക്കലിൻ്റെ വിഷയം വരും. അവിടെ കോലീബിയുടെ കാര്യത്തിലെ ചർച്ച വീണ്ടും വരും. ഇതുപോലെ ഓരോ കാര്യങ്ങളും മാധ്യമങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം പടുകുഴിയിൽ വീഴുന്ന ഒരു അവസ്ഥ ഇന്ന് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തോടെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ച് പിടിച്ചതുപോലെയാണ് ജനങ്ങൾക്ക് മനസ്സിലായത് എന്നുകൂടി വരുമ്പോൾ എത്ര നമ്മൾ വാദിച്ചാലും സത്യത്തെ മറയ്ക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ജനങ്ങളെ കാണട്ടെ, യൂട്യൂബിൽ കാണട്ടെ, നമ്മളത് ചർച്ച ചെയ്യേണ്ട. അല്ല, ഇന്ന് 9 മണിക്ക് 3 കാര്യങ്ങൾ അദ്ദേഹം തലപ്പെടുത്തിയെടുത്തു. ഒന്ന്, പാർട്ടിയിൽ അത് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ, അപ്പോൾ എല്ലാ കാര്യം മനസ്സിലാവും. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്ന് 2-3 കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒന്ന്, CPM-ൽ താനാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന നേതാവ്. താൻ വിചാരിച്ചാൽ മാത്രമേ CPM-ലെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അത് അൻവറിനെ പോലുള്ളവർ മനസ്സിലാക്കണം. ഒന്ന്, അൻവറെ ഉന്നയിച്ച ആരോപണം ഗൗരവതരമെന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും LDF കൺവീനർ TP രാമകൃഷ്ണനുമാണ്. അതുകൊണ്ടാണ് ഞാനീ പറയാൻ കാരണം. രണ്ടാമത്തെ കാര്യം, ഘടകകക്ഷികൾ വല്ലാതങ്ങ് തലയിൽ കയറണ്ട, അതൊക്കെ അന്വേഷണം നടക്കും, നടന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കും, അതുവരെ മിണ്ടാതിരുന്നോണം. തൃശ്ശൂർ പൂരത്തിൻ്റെ റിപ്പോർട്ട് സുനിൽകുമാർ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാനുള്ളതല്ല, അത് 24-ാം തീയതി കിട്ടും, അതുവരെ മിണ്ടാതിരുന്നോളാം. പിന്നെ പത്രങ്ങളോടും പത്രപ്രവർത്തകരോടുമുള്ള അരിശം അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് തീർത്തു. അതവിടെ നിൽക്കട്ടെ. ഈ 3 കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതല്ലല്ലോ ജനങ്ങൾ ആഗ്രഹിച്ചത്. മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അല്ല, ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടു കൂടി ഈ ഗവൺമെൻറ്റിനെതിരായിട്ടും പ്രത്യേകിച്ച് പാർട്ടിക്കെതിരായിട്ടും ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു ആരോപണം അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതിന് വലിയ നിരാശയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ വ്യാജ ആരോപണങ്ങൾ, വ്യാജ കഥകൾ, അത് പൂർണ്ണമായും കുറേ കൂടി അനാവരണം ചെയ്യപ്പെടാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഡാറ്റ, ആ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞു. മാധ്യമങ്ങളുടെ ഈ സമകാലീന ചരിത്രവും അവതരിപ്പിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കെവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ. അത് യഥാർത്ഥ ദുരഭിമാന കൊലയെ എങ്ങനെയാണ് DYFIയുടെ പേരിൽ കെട്ടിവെക്കാൻ കഴിയുക എന്ന അന്വേഷണമായിരുന്നു അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാധ്യമങ്ങൾ നടത്തിയത്. ഓമനക്കുട്ടൻ്റെ കാര്യം ഇവിടെ പരാമർശിച്ചു. ഇങ്ങനെ നിരവധി വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട പരമ്പരകൾ ഉണ്ടാക്കി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സംഘം ഒന്നടങ്കം വരുമ്പോൾ ജനങ്ങളെ അണിനിരത്തി ശക്തമായി പ്രതിരോധിക്കും എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ PV അൻവർ ഉന്നയിച്ച വിഷയത്തിന്റെ മെറിറ്റിലേക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കൃത്യമായി കടക്കുകയും ആശങ്ക അത് കൃത്യമായ ഒരു വ്യക്തത വരുത്താനും മുഖ്യമന്ത്രി പത്രസമ്മേളനം വഴി കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല, മുഖ്യമന്ത്രി ഒരു 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, അൻവറിൻ്റെ കാര്യത്തിൽ അൻവറിനോട് പറഞ്ഞു ഇന്നത് തുടരൻ പത്രസമ്മേളനം നടത്തുന്നത് ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല എന്ന് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഇനിയും തുടരുകയാണെങ്കിൽ ഞാനും തുടരും എന്നാണ് പറഞ്ഞത്. അത് വളരെ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞത്. പക്ഷേ ആ സൗമ്യമായ വാക്കുകൾക്ക് പിന്നിൽ ഒരു കർശനമായൊരു നിലപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിണറായി വിജയനായതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അദ്ദേഹം നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ കേരളത്തിലെ CPM-ൻ്റെ ഒരു വലിയ നേതാവ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ നേതാവ് എന്ന് മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ളൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സത്വം, അതാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിലൂടെ പ്രകടിപ്പിച്ചത് കേരളത്തിൻ്റെ മുന്നിൽ. തീർച്ചയായിട്ടും അതൊരു ഗംഭീരമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനായ 1964 അദ്ദേഹം ആ പ്രയോഗം
കോയിൻ ചെയ്തത് മീഡിയം ഈസ് ദ മെസ്സേജ്, യെസ്, പിണറായി വിജയൻ ഈസ് ദ മെസ്സേജ് എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം ഇന്ന് കൊടുത്തത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെയും ഒരു ബഹിർസ്ഫുരണമായിരുന്നു, പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഒന്നും പറയുന്നില്ല. കൃത്യമായി ശ്രീ ജേക്കബ് ജോർജ് അത് വിലയിരുത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ പ്രേക്ഷകരും അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതാ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുമ്പോൾ ആ വാർത്താ സമ്മേളനം ഒരിക്കൽ കൂടി സംപ്രേഷണം ചെയ്യുകയാണ് കൈരളി ന്യൂസ്. അത് കണ്ട് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. നന്ദി, നമസ്കാരം.